പൊതുജനങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് യുക്തിസഹമായിട്ടുള്ള ഒരു വാദമേ. കാരണം നമ്മൾ അങ്ങനെ പോലീസിനെതിരെ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഒരു കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്ക് നീതി നടപ്പാക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ഹർത്താൽ നടത്താനിരുന്നാൽ കേരളത്തിൽ എല്ലാ ദിവസവും ഹർത്താലായിരിക്കും. അദ്ദേഹം ഇന്ന് ഒരു ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീ സണ്ണി കവിക്കാട് പറഞ്ഞത് ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കരുതരുതെന്നാണ്. അത് തീരുമാനിക്കാൻ ശ്രീ സണ്ണി കവിക്കാട് ആരാണ്? നിങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭരണഘടനാദത്തമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കാര് തന്നു? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും ഒരു രോഗി അയാളുടെ ഡയാലിസിസിന് പോകണോ, അയാളുടെ കീമോതെറാപ്പിക്ക് പോകണോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ 7 ദിവസം മുമ്പ് ഹർത്താൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണോ? ഇത് വെള്ളരിക്കാപ്പട്ടണോ ഉഗാണ്ടയൊന്നും അല്ല. ഇവിടെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് കോടതി സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത്. എവിടെയെല്ലാം എത്രത്തോളം മര്യാദകരുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ എഴുതാനായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ വണ്ടി തടയുന്ന സ്ഥലത്ത് പെട്ടുകിടപ്പുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ പറഞ്ഞിട്ടുണ്ടാക്കണമായിരുന്നു. എങ്ങനെ? ഒരു 10 വണ്ടി കിടക്കുമ്പോൾ 10ാമത് കിടക്കുന്ന വണ്ടിയിലാണ് പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഉള്ളതെങ്കിൽ ഇവർ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയെ പൊക്കി ഈ ക്യൂവിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമോ? എന്തൊക്കെ അസംബന്ധമാണ്. അതേപോലെ അദ്ദേഹം മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന്. സാറേ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിന് എങ്ങനെ കൊണ്ടുപോകാനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി ഉള്ളത്? ആ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ കിടന്നിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അതിന്റെ മുന്നിൽ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ച് സ്റ്റേറ്റും പോലീസും ഒക്കെ ഇവിടെയുള്ള രോഗികളെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും എല്ലാം ഇന്ന് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനമില്ല. അതിനാണ് KSRTC ഉള്ളത്. ആ സംവിധാനത്തിനെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ തടഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂർ, പഴയങ്ങാടി, കാൾടെക്സ്, പേരാമ്പ്ര, ഉള്ളിയേരി, എറണാകുളം, കോട്ടയം, തിരുനക്കര, തിരുവല്ല, അടൂര്, തമ്പാനൂര്, ഇവിടെ കണിയാപുരം, നെടുമങ്ങാട്, തടയാത്ത സ്ഥലം ഏതാ ഉള്ളത്? എല്ലാ സ്ഥലത്തും തടഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളുടെ എന്തോ ഒരു ഔദാര്യം പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോകാൻ സംഭവിച്ചത്. സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ബാങ്കുകളെ തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ഈ ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ് ഉള്ളത് ഡേറ്റ് എടുത്തതിന് ശേഷമാണെന്ന് അറിയാമല്ലോ. ഇന്നത്തേത് അങ്ങോട്ട് മാറ്റി നാളെ വെക്കാനൊക്കത്തില്ല എന്നറിയാമല്ലോ. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ലേ? ഒരാഴ്ച മുൻപ് തന്നെ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ്, നോട്ടീസ് നൽകി. ഒരാഴ്ച മുമ്പാണെന്ന് വെച്ചാൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? വെല്ലൂരിലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സർവകലാശാല പോലുമല്ല. കേരളത്തിന്റെ പുറത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർവകലാശാലയുടെ ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിനോട് സെൻസിറ്റീവായിട്ട് നിങ്ങൾ പ്രതികരിക്കണം. വായിട്ടടച്ചിട്ട് കാര്യമില്ല. വായിട്ടലക്കല്ല, നിങ്ങൾ കാണിക്കുന്ന മര്യാദയോടെയാണ് തുറന്നു കാട്ടുന്നത്. വായിട്ടലപ്പല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന കയ്യൂക്കിന്റെ പ്രകടനം ഇന്നുണ്ടായത്. ആ കയ്യൂക്കിന്റെ പ്രകടനത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് അന്തസ്സും അഭിമാനവുമുള്ള ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. ഒരു ഓഫീസും തുറക്കാത്ത നിരവധി ഹർത്താലുകൾ കേരളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആൾക്കാർ മുഴുവൻ തെരുവിലിറങ്ങി എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്നൊക്കെ വരുത്തി അതിനെ ഇവിടെ ആൾക്കാർ പുച്ഛിച്ച് തള്ളിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഹർത്താലുകളെ, അങ്ങനെയുള്ള ഇവിടെ ഹർത്താലുകൾ നടന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? ഹർത്താൽ ആക്രമണം നടന്നിട്ടില്ലേ? അത്തരം ആക്രമണങ്ങളൊന്നും ഇതിനകത്ത് നടന്നില്ലല്ലോ. വണ്ടി തടഞ്ഞു. ആര് പറഞ്ഞു? ഒരു വ്യക്തിക്ക് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയാൽ ആ ദിവസം പോകണമെങ്കിൽ നിങ്ങളുടെ ഹർത്താലിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാർ തീരുമാനിക്കണമെന്ന് പറയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അബ്സല്യൂട്ട് റൈറ്റ് ആണോ അല്ലയോ? ഈ പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് തേർഡ് റൈറ്റ് വർത്താനം നിങ്ങൾ പറയരുത്. ഒരു തേർഡ് റൈറ്റ് വർത്താനമൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തരം വന്നിട്ട് റോഡിൽ നിന്നിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആശുപത്രി പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് റൈറ്റ് പ്രവൃത്തിയാണെന്ന് പറയാനായിട്ട് സണ്ണി കവിക്കാരൻ എന്താണ് ഉറപ്പില്ലാത്തത്? എന്താണ് നട്ടലുറപ്പില്ലാത്തത്? അവർക്ക് താങ്കൾ പറയണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പൊതുനിരത്തിൽ വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിക്കുന്നുണ്ട് നീ പോവണ്ട എന്ന് പറയുമ്പോൾ ആ കാണിക്കുന്നതാണ് സാറേ തേർഡ് റേറ്റ് പ്രവൃത്തി. അല്ലാതെ അത് ആ കാണിച്ചിരിക്കുന്ന തെമ്മാടുത്തമാണെന്ന് പറയുന്നത് അല്ല തേർഡ് റേറ്റ്. ആ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ് തേർഡ് റേറ്റ്. അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. ഇത്തരം ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് പറഞ്ഞത്. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞത്. റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരമാണ് സാർ. അല്ലാതെ അതിനെ അഭ്യുദയകാംക്ഷി എന്നല്ല പറയുന്നത്. ഒരേ ഒരു കേസാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരേ ഒരു കേസ് കേരളത്തിലെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതമാണ് സാർ, അയാളുടെ കുടുംബത്തിന്. നിതിൻ രാജ് എന്ന് പറയുന്നത് ഒരാളിന്റെ കേസാണോ? നിതിൻ രാജിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളിന്റെ കേസല്ല, കേരളത്തിന്റെ മൊത്തം കേസാണെന്ന് പറയുന്നത് പോലെ ഇന്ന് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിന്റെ കേസും നമ്മുടെ മൊത്തത്തിലുള്ള കേസാണ് സാറേ.
അല്ല നിങ്ങളുടെ കേസ് മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ ആദ്യം. അവിടെ അവര് പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് പോലീസുകാർ കൊണ്ടുപോയി കാണാം. നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തൊന്നുമല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. വഴി തടയാനായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കബിക്കാട്? താങ്കൾക്ക് അങ്ങനെ ഒരു അധികാരമില്ല ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുകയാണ്. ഇന്ന് തെരുവിൽ കണ്ടിരിക്കുന്നതാണ് തേർഡ് റേറ്റ് പ്രവൃത്തി. എവിടെയാണ്, എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, എപ്പോഴാണ് പ്രവർത്തിക്കാത്തത് എന്ന കാര്യം അറിയാൻ പാടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഒരു വർഷമായി തയ്യാറെടുത്തിരുന്ന അവരുടെ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് അവസരം നിഷേധിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ആ കാര്യത്തിനെ പറ്റി ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ട പിള്ളേർക്ക് പോയത് പോയി. മരണത്തിൽ ഗിരിരാജിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് ഞങ്ങളെല്ലാം പറയുന്ന ഐക്യദാർഢ്യമുണ്ടല്ലോ, അത് വ്യാജമാണെന്ന് തെളിയുന്നു. ഞങ്ങൾ ഈ ഹർത്താലിനെതിരെ സംസാരിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്? നിങ്ങൾ തന്നെയല്ലേ ആ ഐക്യദാർഢ്യം ഇല്ലാതാക്കുന്നത്? ഞങ്ങളാണ് ഈ ഐക്യദാർഢ്യം ഇല്ലാതാക്കുന്നത് എന്നത് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നിരുന്നോളെ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള പോലീസ് ഓഫീസർമാരെ സമീപിക്കാമായിരുന്നു. ഞങ്ങൾ പരീക്ഷയ്ക്ക് വന്നത് ഞങ്ങളെ കടത്തിവിടാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അവിടെ തീർച്ചയായും നടക്കുമായിരുന്നു. ഇതാര് തടഞ്ഞെന്ന് ഈ പറയുന്ന നിങ്ങൾ? ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയാണെന്ന്? പോലീസ് ഓഫീസേഴ്സിനോട് ആവശ്യപ്പെട്ടാൽ അവരിതിനുള്ള സംവിധാനം തടഞ്ഞെങ്കിൽ നിങ്ങൾ പോകാനുള്ള അവകാശമുണ്ട്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾ ഇത് ഹർത്താൽ പിന്നെന്തിനാ നടത്തുന്നത്? ആ ഹർത്താൽ എന്തിനാ നിങ്ങൾ നടത്തുന്നത്? നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാനോ? നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനോ? ആശുപത്രി പോകുന്നതിനെ തടയാനോ? ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളാണ്. രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ വേണ്ടിട്ട് കട തുറന്നേ മതിയാകൂ എന്ന് പറയുന്ന ആളിന്റെ അടുത്ത് കടയുടെ ഷട്ടർ ഇടോ എന്ന് പറയുന്നതിനാണോ നിങ്ങൾ ഹർത്താൽ നടത്തുന്നത്? ഈ ഹർത്താൽ നടത്തുമ്പോൾ ഹർത്താൽ നിർബന്ധിതമാകരുതെന്നാണ് സാറേ കോടതിയുടെ ഉത്തരവ്. താങ്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. കോടതി ഹർത്താലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. നിർബന്ധിതമായിട്ട് ഹർത്താൽ നടത്തുന്നതാണ്. ഹർത്താലിനോട് സഹകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹകരിക്കാത്തവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുതെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്രമാത്രം എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഓക്കെ, ശരി, നന്ദി. ചർച്ചയിൽ അതായത് ഉത്തരവാദിത്തമില്ല, പലവരും പലതും കാണിച്ചു, എനിക്ക് ഉത്തരവാദിത്തമില്ല, കൈ കഴുകുക എന്നിതിനാണ് പറയുന്നത്. ശരി, നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്നത്തെ ഹർത്താലിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞവർ 26%, ഇല്ല എന്ന് പറഞ്ഞവർ 68%. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.